Kerala and Karnataka, the glow of purity. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മക്കളെ ഭാവി ഭാസുരമാക്കാൻ, ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മനസ്സിൽ വെച്ച് നിറച്ചവരാണ് നമ്മൾ. എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പൊള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിലയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവനാണ് നമ്മൾ. എന്നും പ്രവാസികൾ യാതനയേറെ സഹിച്ചവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. നമ്മെ വളരെ ഹ്രസ്വ പരിമിതിയിൽ ജീവിക്കുന്ന നമ്മെ വേറൊരു ലോകത്തേക്ക് ഒരു കഥ അല്ലെങ്കിൽ കവിത നോവൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കർത്തവ്യം തീർച്ചയായും മുഹമ്മദ് അലി സാഹിബിൻ്റെ ഈ നോവലിൽ നിർവഹിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ അനായാസം വായിച്ചു തീർക്കാൻ
പറ്റുന്ന ഒരു നോവലാണ്. ഇതിൻ്റെ അവതാരികയിൽ പ്രൊഫസർ എം.എ. റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകം, ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി, ഏകദേശം 250ഓളം പേജുള്ള കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ കണ്ണിനത്ര കുറച്ച് കാഴ്ച കുറവുള്ളതുകൊണ്ട് എങ്ങനെ വായിച്ച് തീർക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം നിർത്തിയിട്ടില്ല. 4 മണിക്കൂർ കൊണ്ട് വായിച്ച് തീർത്തു എന്നുള്ളതാണ്. ഒരു കയ്യെഴുത്ത് കൊണ്ടാണ് ആ ബനിയനകത്തെ ഹൃദയമിടിപ്പ് പോലും തോട്ടത്തിൽ മുഹമ്മദ് അലിയുടെ ജീവിതവുമായിട്ട് സാമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരാളായിരുന്നില്ല ഇവിടെ എത്തിയപ്പോൾ മുഹമ്മദ് അലി. മുഹമ്മദ് അലി വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാലിറ്റി. കാസർഗോഡ് നിന്ന് പോയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് പോയിട്ട് അവിടെ പല ബിസിനസ്സുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും വലിയ വിജയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരാൾ പോയിട്ട് അവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ടാക്കി. ആ ആശുപത്രി വളർന്ന് വലുതായി, വലിയ സ്ഥാപനമായി. അതിൻ്റെ അകത്തുള്ള ഒരു സംഘർഷം ആണ് ഈ നോവലിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ. അത് തീർച്ചയായിട്ടും ഇത് ഒരു ബ്ലസ്സിയെ പോലുള്ള വളരെ പ്രതിഭാധനനായ ഒരു സംവിധായകൻ്റെ കയ്യിൽ ഈ നോവൽ കിട്ടുകയാണെങ്കിൽ, ഇതൊന്നും ഞാൻ വലിയ നോവൽ എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ ഒരർത്ഥം, ഇതൊരു ഗംഭീര നോവൽ എന്നല്ല ഈ പറയുന്നത്. ഇതിൽ കാണുന്ന ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ നോവൽ കൊണ്ട് ഒന്നാം തരം സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ കഴിയും. വളരെ അത്രയധികം വൈകാരിക സംഘർഷങ്ങൾ, അത്രയധികം ഒരു ഭംഗി, ദൃശ്യഭംഗി ഈ നോവലിൻ്റെ. മനുഷ്യജീവിതത്തെക്കുറിച്ച് ബ്ലസ്സിക്ക് ഒരു സിനിമ എടുക്കാവുന്നതാണ് വെന്റിലേറ്റർ വെച്ചുകൊണ്ട്. കാസർഗോട്ടെ കാസിം ഖാന് വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാവുന്നു. കാസിം എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയുടെ ഓണറുള്ള ഒരാളാണ്, കുവൈത്തിലെ. സങ്കല്പ കഥാപാത്രം എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. എനിക്ക് അത്ര ഒരു വിശ്വാസം വന്നിട്ടില്ല. അത്ര ഒരു വിശ്വാസം എനിക്ക് പോരാ. കാരണം ഇതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ അത് ഒരു പറിച്ചു നട്ട ഒരു, നമ്മളെ പുതിയ നോവലിൻ്റെ പുതിയ വേൾഡ് കപ്പ് നടക്കുകയല്ലേ, ഡ്രോപ്പ് ഇൻ പിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഡ്രോപ്പ് ഇൻ പിച്ചുകളിൽ ബോൾ എങ്ങോട്ട് ചെയ്യും, എന്ത് ചെയ്യുന്ന ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. അല്ല, അതുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായ കളിക്കാർ നമ്മളെ കോഹ്ലിയെല്ലാം 0-ന് ഔട്ടായി പോകുന്നുണ്ട്. തോന്നിവാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാതെ വളരെ മാന്യനായി ഒരു ഭാഗത്ത് വളരെ അച്ചടക്കത്തോടു കൂടി 2:30 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ കഥാപാത്രം, സുബൈർ എന്നുള്ള കഥാപാത്രം എന്നെ വളരെയധികം ആകർഷിച്ചു എന്ന് ഒരിക്കൽ പറയുകയാണ്. ആ കഥാപാത്രമാണ് ഈ നോവലിനെ കൂടെ കൊണ്ടുപോകുന്നത്, അവസാനം വരെ കൊണ്ടുപോകുന്നത്. അതിനെയും പിന്നെ ഇയാളും സുബൈറും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധം മനുഷ്യബന്ധം മാത്രമാണ്, സാധാരണ ബന്ധമാണ്. പക്ഷെ അശോകനിൽ ഇടപെട്ടിട്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ആ കുഴപ്പമുണ്ടാക്കിയിട്ട് നമ്മുടെ ഇയാളെ അവിടെ നിന്ന് കുത്തിയിട്ട് പറഞ്ഞയക്കാൻ വേണ്ടി പാസ്പോർട്ടിൽ വിസ റദ്ദാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ നെഞ്ചിടിക്കുന്നുണ്ട്. ഇയാൾ പോയി ക്യൂവിൽ നിൽക്കുകയാണ്, ആര്, സുബൈർ, നാട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇയാൾ പോവുകയാണെന്നുള്ള പേടി നമുക്കുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഷാഹിനെ ഇടപെട്ടിട്ട് ആ പോക്ക് ഇല്ലാതാക്കുന്നു. പറയുന്നത് ആഖ്യാനത്തിൻ്റെ കലയാണ്. ഈ പുതിയ നോവലിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയായ സംഭവങ്ങളുടെ കാലാനുക്രമമായി വികസിക്കുന്ന കഥാരീതി മാറി. ഇപ്പം അതില്ല. പഴയ രീതിയിലാണ് ഇയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പഴയ രീതിയിൽ എഴുത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് എന്ന് നോവൽ കാണിച്ചു തരുന്നു. നിർത്താതെ അത് ശരിക്കും പറഞ്ഞ ചരിത്രം പറഞ്ഞാൽ ഫ്രോയിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഫ്രോയിഡ് മനഃശാസ്ത്രകാരനായിട്ടുള്ള അയാൾ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ഇത്രയധികം പഠിച്ചിട്ടുള്ള ഒരാൾ. ആ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ അപ്പം എന്നെ വെല്ലുന്ന രീതിയിൽ അതിനെ മൂടി വെക്കാൻ മുഹമ്മദ് അലി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ രസകരമായ, അത് അദ്ദേഹത്തിൻ്റെ ശുദ്ധനായ നാട്ടിൻപുറത്തുകാരായ ഒരു മനുഷ്യൻ്റെ മനോവ്യാപാരത്തിനുള്ള തെളിവാണ്. ആ
സമഗ്ര ജീവിത പദ്ധതിയുമായി അദ്ദേഹം ഇഴുകിച്ചേരുന്നുണ്ട്. ഖുർആനിലെ സമഗ്ര ജീവിത പദ്ധതിയുമായി അദ്ദേഹം ഇതിൽ സുബൈർ ഇഴുകിച്ചേരുന്നുണ്ട്. എന്നാലോ അപ്പോൾ അതിന് നമ്മളെ കേസരി ബാലകൃഷ്ണപിള്ള നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കേസരി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ രണ്ട് പേര് സംസാരിക്കുന്നതായിരിക്കാം. രണ്ട് പേര്, രാമനും റഹീമും സംസാരിക്കുകയാണ്. അപ്പോൾ എത്ര ആളുണ്ട്? രണ്ട് പേര്. അപ്പോൾ കേസരി പറയുന്നത് 2 അല്ല 6 ആളുണ്ട് എന്നാണ്. 2 ആൾ സംസാരിക്കുമ്പോൾ 6 ആളുകൾ ഉണ്ട് എന്നാണ് കേസരി പറയുന്നത്. ഒന്ന് രാമനും ഒന്ന് റഹീമും, 2 ആളായി. പിന്നെയോ പിന്നെന്താണ്? ഒന്ന് റഹീം, രാമൻ ഏതുതരം മനുഷ്യനാണ് എന്ന് റഹീം വിചാരിക്കുന്നുവോ ആ രാമൻ. എന്താണ്? രാമൻ ഏതുതരം മനുഷ്യനാണ് എന്ന് റഹീം വിചാരിക്കുന്നുവോ ആ രാമൻ. പിന്നെയോ റഹീം ഏതുതരം മനുഷ്യനാണ് എന്ന് രാമൻ വിചാരിക്കുന്നുവോ ആ റഹീം. ഇപ്പം എത്ര ആളായി? 4 ആളായി. ഇപ്പം 4 ആളായി. പിന്നെയോ താൻ ആരായിട്ട് മാറ്റുന്നില്ല. പല രീതികളിൽ ഉള്ള മനുഷ്യരാണ് ഓരോ മനുഷ്യനിലുള്ളത്. അത് പരസ്പര വിരുദ്ധ വിചാരങ്ങളുടെ ശിഥിലമായൊരു കെട്ട് മാത്രമാണ് ഓരോ മനുഷ്യനും. നമ്മൾ കേട്ടിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ വിചാരങ്ങളുടെ ശിഥിലമായ ഒരു കെട്ട് മാത്രമാണ് ഓരോ മനുഷ്യനും. ഇപ്പം ഹജ്ജിന് പോകാൻ ശമ്പളത്തോടു കൂടിയ അവധി നൽകുന്നത്. ഇങ്ങനെ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും അറകളിൽ നിർത്താതെ നടത്തുന്ന കഥാപാത്ര പരിചരണം ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെന്റിലേറ്റർ ഓഫാക്കി ASTയെ അവസാനിപ്പിച്ച ഭാഗമെത്തുമ്പോൾ വായനക്കാരൻ്റെ കണ്ണുകൾ നിറയും. അശോകനാണ് വെന്റിലേറ്റർ ഓഫാക്കുക എന്ന ക്രൂരകൃത്യം ചെയ്തതെന്ന് വായനക്കാർ അനുമാനിക്കുന്നു. എല്ലാവരും പിന്നെ കത്തുമായി വരുന്ന ആസിഫാണ് ആ ചെയ്തത്. അയാളൊരു കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അതിന് അയാൾക്ക് മതിയായ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. അതുപോലെ AST ഒരു ബ്രീഫ് കേസ് ഇയാളെ ഏൽപ്പിക്കുന്നുണ്ട് സുബൈറിന്. ആ ബ്രീഫ് കേസിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. ആ രേഖകൾ അടങ്ങിയ പെട്ടിയുമായിട്ടാണ് അയാൾ നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ പോയിട്ട് അയാൾ ഇവിടെ വലിയൊരു ആശുപത്രി ഉണ്ടാക്കുകയാണ്. AST മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാണ് കാസർഗോഡ്. അപ്പം അതിൻ്റെ ഉദ്ഘാടനമൊക്കെ വളരെ രസകരമാണ്, വായിച്ചു പോകാൻ. ഉദ്ഘാടനം ASTയുടെ ആശുപത്രി, മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടത്തേക്ക് ആളുകൾ കാസർഗോട്ടേക്ക് വരുന്നത് ചികിത്സയ്ക്ക്. അതിൽ കാസിം ചവന്നിട്ട് അദ്ദേഹം ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്യുന്നത്. ഇതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിറ്റേദിനം ഞങ്ങളും നോവലും എടുത്തിട്ട് വയലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സുബൈർ. പിന്നാലെ നോക്കുമ്പോഴേക്ക് ആരുണ്ട്? ടിഫിനുമായിട്ട് പിന്നാലെ ആരുണ്ട്? ഷാഹിനുണ്ട്, ഡോക്ടർ ഷാഹിന. ഇതാണ് ഈ നോവലിൻ്റെ സമാപ്തി. 9 മാസം പരിചരണത്തിന് ശേഷം ഒരു പൂർണ്ണ ഗർഭിണി കുഞ്ഞിനെ പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്ന ഡോക്ടറുടെ അനുഭൂതിയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഈ കഥ അതിൻ്റെ കയ്യെഴുത്ത് തുടങ്ങുന്ന ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവാസികളായിരുന്ന കാലഘട്ടത്ത് കഥാകൃത്തിൻ്റെ ആ പുതിയ കഥ പുറത്തു വരാനുള്ള ആ എന്താ പറയുക ഭാരം, ഗർഭഭാരം എന്ന് പറയാം, അദ്ദേഹം അനുഭവിക്കുന്നത് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. പല സാധനങ്ങളിലും അദ്ദേഹം എൻ്റെ ഫ്ലാറ്റിൽ വന്നിരിക്കാറുണ്ട്. ചില വെള്ളിയാഴ്ചകൾ ഞങ്ങൾ ഒരുമിച്ച് പള്ളിക്ക് പോകാറുണ്ട്. അങ്ങനെ വരുന്നും വരിക്കുമൊക്കെ പ്രവാസം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്ന് വീർപ്പൂട്ടുകയാണ്. നമ്മൾ വേഡ്സ്വർത്തിൻ്റെ കവിതകളൊക്കെ വായിച്ച് കാണും. ഏകാന്തതയിൽ അനിശ്ചിതമായിട്ട് ഒഴുകി വരുന്ന മാറ്റം വരുത്താൻ കഴിയും എന്ന് നമുക്ക് ഒരു തീരുമാനത്തിലെത്തിക്കാനും കൂടുതൽ നല്ലൊരു നോവലായി ഇതിനെ മാറ്റിയെടുക്കാനും കഴിയുമായിരുന്നു എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ട്. എന്തായാലും മുഹമ്മദ് അലിയുടെ മനസ്സ് ഗംഭീര മനസ്സാണ്. തോട്ടത്തിലാണ് എപ്പോഴും. തോട്ടത്തിലുള്ള ഒരു കവുങ്ങിൻ്റെ അടക്ക പറഞ്ഞിട്ടാണ് വിറ്റിട്ടാണ് തോട്ടത്തിൽ മുഹമ്മദ് അലി ഒരു പാവപ്പെട്ട സ്ത്രീയെ ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരത്തേക്ക് അയച്ചത്. ആ നല്ല മനസ്സ് തീർച്ചയായിട്ടും നമ്മൾ കാണാതിരുന്നുകൂടാ. അദ്ദേഹത്തിന് എല്ലാവിധ
ആശംസകളും എഴുത്തിൻ്റെ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ 10 മിനിറ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സമാപ്തി ബിംബം വളരെ വളരെ ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയും ഇല്ല. പക്ഷേ ഇത് ഗംഭീരമായൊരു നോവലാക്കി മാറ്റാമായിരുന്നു. കാരണം അതിനുള്ള എല്ലാ വകുപ്പുകളും കോപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ വെന്റിലേറ്റർ വരുമ്പോൾ പലരും ഇങ്ങനെ വെന്റിലേറ്ററിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരാമത്തിനൊരു വായനക്കാരുടെ ഒരു സംഭാവന, ഒരു കൂട്ടം വായനക്കാരെ അധികം സംഭാവന ചെയ്യാൻ കാരണം തന്നെ തോട്ടത്തലിൻ്റെ ഈ വെന്റിലേറ്ററാണ്. ഇപ്പോൾ ഒരു ഉത്കൃഷ്ട കൃതിയെന്നോ അതിഗംഭീരമായ കൃതിയെന്നോ അതിമനോഹരമായ കൃതിയെന്നോ ഞാൻ പറയുന്നില്ല. പനിയാൽ മാഷ് പറഞ്ഞ പോലെ ഇത് ഒരു കാലഘട്ടത്തിൻ്റെ കഥയൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിൻ്റെയും കഥയാണ്. ഈ ഏഷ്യായും കാതച്ച ഇനിയും വരും, ഇനിയും വന്നുകൊണ്ടിരിക്കും, ഇനിയും കുവൈറ്റ് വരും. എന്തുകൊണ്ടോ ഇത് കുവൈറ്റ് യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടമാണ് തോട്ടത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷം വന്ന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം കഷ്ടപ്പാടുകൾ തോട്ടത്തിന് അനുഭവിച്ചിരിക്കാൻ ഒരു വാരാന്ത്യ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ പുനത്തിൽ തന്നെ എഴുതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള വടകരയിൽ ഒരു തട്ടിൻ പുറത്ത് ഒരു പീഡിക എടുത്ത് ഡിസ്പെൻസറി നടത്തുന്നുണ്ട്. ഇങ്ങനെ സ്മാരകശിലകൾ കണ്ടെച്ചാ വരുന്ന കാലത്ത് ഇപ്പോൾ കുഞ്ഞബ്ദുള്ള പറയുകയാണ്, ഇവൻ നമ്മൾക്ക് പച്ചവെള്ളം കലക്കി നമ്മളെ കളിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്ന കഥാപാത്രം എഴുതിയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വടകരയിൽ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഓരോ ലക്കങ്ങളും പോകാറില്ല. കാരണം എൻ്റെ ഭാര്യ കുഴിഞ്ഞു വീണ് കിടക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ സേവനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ നോക്കുന്നതാണ്. ഏത് പരിപാടി കുളിച്ചാലും പെരുമ്പുറം തുളിരും പോകാറില്ല, തൻ്റെ ഭാര്യയെ നോക്കാമെന്നുള്ളത്. അത് അഭയം. അങ്ങനെ വലിയ വലിയ നോവലിസ്റ്റിന് എഴുതിയാണ് പെരുമ്പുറം തുളിതൻ. പിന്നെ അങ്ങനെ ഒരു കഥ ആർക്ക് എഴുതാൻ പറ്റും? ആ ഒരു കഥയെ നമ്മൾക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ പറഞ്ഞ മലയാള മാഷ് പറഞ്ഞ പോലെ ഈ കാസിച്ച, ഈ ഏച്ച, മൈമൂന, സുബേർ, ഇത് നമ്മുടെ സുബേറാണോ? അങ്ങനെ ഇത് ഓർക്കാൻ കാര്യം സ്മാരക പോലെ ഒരു കഥ ആവിർഭവിക്കണമെങ്കിൽ അത് മനസ്സിൽ കടന്നിങ്ങനെ മനസ്സിനെ മതിക്കണം. മതിച്ച് പെരുമ്പടം ശ്രീധരൻ പറയുന്നുണ്ട്, എനിക്കൊരു അവസ്ഥ വന്നപ്പോൾ അത് സങ്കീർത്തനം പോലെ എനിക്ക് എഴുതാതിരിക്കാൻ പറ്റാതെ പോയി. കഥ എഴുതണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. പെരുമ്പടം ശ്രീധരൻ പറയുന്നുണ്ട്, ഡോസ്റ്റോവസ്കിയുടെയും അന്നയുടെ കഥയും പുള്ളി പറയുമ്പോൾ അത് ഞാൻ എങ്ങനെ എഴുതുന്നുള്ളതല്ല. ഏത് നോവലും ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിപാദ്യമായിരിക്കും. അത് ഏത് നോവലും അങ്ങനെയായിരിക്കും. ഇപ്പം MT വാസുദേവൻ നായർ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ചോറിൻ്റെ ഉരുളയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം ചോദിച്ചാൽ ചോറ് ഉരുട്ടി ഉരുള കാണുന്നതാണ്. അപ്പോൾ ബാല്യത്തിലെ പട്ടിണിയും കഷ്ടമാണ് MT അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ചെറുപ്പകാലത്ത് ഒരു ചോറിൻ്റെ ഉരുള കാണുമ്പം പുള്ളി അത്യാർത്ഥിയോട് അല്പത്തോട് നോക്കി ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ചോറിൻ്റെ ഉരുള ഉരുണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അന്ന് പക്ഷെ അതിനൊക്കെ നേരെ വിപരീതമായിട്ട് തോട്ടത്തിൽ ഇത് മനുസ്ക്രിപ്റ്റ് പലപ്പോഴും എന്നെയും കാണിച്ചിട്ടുണ്ട്. പ്രവാസം അതൊരു കഥ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ ആശയം മനസ്സിൽ കിടന്നിങ്ങനെ വീർപ്പ് കൂട്ടുകയാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, എഴുത്തുകാരെ എപ്പോഴും എനിക്കൊരു ഒരു അത്ഭുതത്തോടെ ഞാൻ എഴുത്തുകാരെ കണ്ടുകൊണ്ടിരുന്നത്. പ്രചാരം നേടിയ എഴുത്തുകാർ എന്ത് എഴുതി കൊടുത്താലും ആ കാ പാന്ന് എഴുതിക്കെടുത്താലും പത്രാസമിതി ഇരുന്നോട് അങ്ങനെ കണ്ടു മടങ്ങി അവൾ പറഞ്ഞു എന്ന് അവർ ഫില്ലപ്പ് ചെയ്തോളും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, പനിയാൽ മാഷിൻ്റെ പ്രസംഗം കേട്ട് എല്ലാവരും കൃതികൾ മനുഷ്യകഥാനുഗായികൾ എന്ന് പറഞ്ഞത് വിശ്വകവി കുമാരനാശാനാണ്. തൻ്റെ വിഖ്യാതമായ ലീല എന്ന ഖണ്ഡകാവ്യത്തിൽ ആശാൻ പറയുന്നു, ക്ഷിതിയിലഹ മർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതി നവരസമാം അതോർക്കുകിൽ കൃതികൾ മനുഷ്യകഥാനുഗായികൾ. ഇതിൻ്റെ ആദ്യത്തെ 3 വരി നമുക്ക് വിടാം, അവസാനത്തെ വരി എടുക്കാം. കൃതികൾ മനുഷ്യകഥയെ അനുഗാനം ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മനുഷ്യകഥയെ, മനുഷ്യജീവിതത്തെ അനുഗാനം ചെയ്യുന്നവയാണ് ഉത്തമ കൃതികളായി മാറുക എന്നാണ്. ജീവിതമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, മൃഗങ്ങളെക്കുറിച്ചും നോവലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ അതും ജീവിതമുണ്ട്.
ജീവിതത്തെ പകർത്തി വെക്കുമ്പോഴാണ് അത് ഉത്തമമായ കൃതിയായി മാറുന്നത് എന്ന് ആശാൻ പറഞ്ഞു. അതിനുശേഷം ഒരുപാട് പേർ ഈ സാഹിത്യത്തെയും അതുപോലെ നോവലിനെ, വിശിഷ്യ നോവലിനെയും ഒക്കെ നിർവചിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കാലഘട്ടങ്ങളിലേക്കോ അതിൻ്റെ നിർവചനങ്ങളുടെ വ്യാപ്തിയിലേക്കോ ഒന്നും ഏതായാലും ഇപ്പം കടക്കുന്നില്ല. പക്ഷേ ചുറ്റിലും കണ്ണോടിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു എഴുത്തുകാരൻ കാണുന്നത് എന്നത് വളരെ പ്രസിദ്ധമായൊരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. പലരും വിചാരിച്ചിട്ടുണ്ട് ഇവന് ഭ്രാന്താണ്. പക്ഷെ ഒരു തയ്യാറെടുപ്പാണ്. ഒറ്റയ്ക്ക് സംസാരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്, പക്ഷെ നമ്മളോട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് കൈ കൊടുക്കാറുണ്ട്, നമ്മൾ ഇതുവരെ നമുക്ക് കൈ കൊടുത്തിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടുണ്ട്, ഇതുവരെ നമ്മൾ നമ്മളെ ആശ്രയിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് തന്നെയാണ് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റുള്ളവരെ കാണുമ്പോൾ സ്വയം കാണാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ സാധാരണ മനുഷ്യരിൽ നിന്നും ഒരു എഴുത്തുകാരനുണ്ടാവുന്ന പ്രത്യേകത. കഥ കഴിഞ്ഞു. ഇത്രയുള്ള കഥ. ഒരു നാട്ടിൽ ഓടിച്ചാടി നടക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം അവന് കളിക്കാൻ ഒരു മൊബൈൽ ഫോൺ കിട്ടി. കഥ കഴിഞ്ഞു. അതാണ് ഈ നോവൽ സംസാരിക്കുന്നത്. അത് പറഞ്ഞാൽ ഈ നോവലായി. എന്താണ് ഇത് പറയുന്നത്? നിങ്ങൾ ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ ഒരു ചിത്രം, ഒരു വിഷ്വൽ വന്നിട്ടുണ്ട്. നാഷണൽ ജിയോഗ്രാഫിക് ചാനലിൻ്റെ ക്യാമറാമാൻ്റെ ഒരു സാധനമാണ്. ഒരു ഡീപ്പ് ഫോറസ്റ്റ്, പിന്നെ ഇങ്ങനെ ഭയങ്കരമായ ഒരു കാട്. ഈ കാടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ചില്ലിക്കൊമ്പിൽ ഒരു കുരങ്ങിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു മരക്കൊമ്പിൽ ഒരു പുള്ളിപ്പുലി ഇരിക്കുന്നു. പെട്ടെന്ന് കാണുന്നത് ഈ പുള്ളിപ്പുലി വന്നിട്ട് ഈ കുരങ്ങിൻ്റെ കഴുത്തിലിഞ്ഞ് കടിക്കുക. രണ്ടും കൂടി താഴെ വീഴുന്നു. പക്ഷെ അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. ആ കടി കിട്ടിയ കുരങ്ങ് ചത്തുപോയി. പക്ഷേ അതൊരു കുഞ്ഞിന് ജന്മം നൽകി. അതൊരു ഗർഭിണിയാണ്. കുഞ്ഞ് മരിച്ചിട്ടില്ല. ഉടനെ നമ്മൾ കാണുന്നത് സൂം ചെയ്യാണ്. ഈ പുലിയുടെ മുഖത്തേക്ക് സൂം ചെയ്യാം. അപ്പോൾ പുലി ഞെട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അരുതാത്തത്, അതായത് ഒരു കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമാണ് തൻ്റെ ഇരയിലൂടെ. ഇര വേറെയും കിട്ടുമായിരിക്കും. പറ്റിയ തെറ്റോർത്തിട്ട് ഈ പുലി ശരിക്കും ഞെടുങ്ങുന്നത് അതിൽ സൂം ചെയ്ത് കാണിക്കുക. കാരണം നാഷണൽ ജിയോഗ്രാഫിക്ക് 24 ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു സാധനം പോലും വിട്ടുപോകില്ല, ഞെട്ടുക. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് എന്താ അറിയോ? ഈ തള്ളക്കുരങ്ങിനെ, ചത്തുപോയ തള്ളക്കുരങ്ങിനെ കടിച്ചിട്ട് അതിനെ ഉപചാരം ചൊല്ലി അവിടെ കൂടിയുള്ള ഒരു പ്രസംഗം വേണ്ടി വരുമെന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഈ പുസ്തക പ്രകാശനം എങ്ങനെ നടത്തണം എന്നതിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കിയിട്ട് ആ പുസ്തകത്തിൻ്റെ പൂർണ്ണരൂപം ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞു. അത് വളരെയേറെ സന്തോഷമുണ്ട്. പ്രകാടകനും പരിചയപ്പെടുത്തലും ഒക്കെ അതങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങൾക്കേറെ സന്തോഷമാണ്. പിന്നെ അതിനിടയിൽ ഇവരിങ്ങനെ കാസർഗോഡിൻ്റെ ഭാഷാ സ്വാധീനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെപ്പോഴും ഞങ്ങളുടെ മനസ്സിന് കൊള്ളുന്നുണ്ട്. നീ എവിടെയാന്നേക്ക് ഞാൻ ഒരു കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഉടനെ ഞങ്ങളുടെ ഏതോ ഒരു പഴയ ഭാഷാ രൂപത്തിനൊരു വൈകൃതത്തെക്കുറിച്ചാണ് അവരറിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട്. കോട്ടയത്ത് ബസേലിയസ് കോളേജിലെ ഇന്റർ കോളേജിൻ്റെ പ്രസംഗം ഇപ്പോൾ പറയുന്നത് പോലെ ഓരോ കാസർഗോഡ് ഭാഷയും മലയാളത്തിൽ 3 തരം ഭാഷകൾ സംസാരിക്കും. ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടേതായ ഭാഷ, അത് സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെയുള്ളത് സാമാന്യ വിധത്തിൽ ഇങ്ങനെ കാണുമ്പോൾ സുരേഷ് ഗോപി ഇവിടെ വന്ന് സ്റ്റേജിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ചേശ്വരത്തെ ഒരു വനിതാ മെമ്പർ, ബ്ലോക്ക് മെമ്പർ ഗോപിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഗോപി ഈ മൂട് കുർത്തമുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഗോപിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഗോപി എന്നെ ഇങ്ങോട്ട്, ഞാൻ സ്റ്റേജിൽ അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് നോക്കി. വീണ്ടും ആ സ്ത്രീയോട് ചോദിച്ചു, കുർത്തമുണ്ടാ ഈ മൂട്? അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ മൂടി കാണിച്ചു, ഗോപിയല്ലേ? ആ പിന്നെ ഓ എന്നെല്ലാം പറഞ്ഞ് ഒപ്പിച്ചു. പിന്നെ കഴിഞ്ഞിട്ട് ഗോപി ചോദിച്ചു, എന്താ ഈ കുർത്തോണ്ടാ മൂടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് താങ്കളുടെ വലിയ ഫേമസ് ഒരു ഡയലോഗില്ല സാർ, ഓർമ്മയുണ്ടോ ഈ മുഖം? അതിൻ്റെ കാസർഗോഡൻ മലയാള മനസ്സിൽ കുർത്തോണ്ടായി മൂടുന്നുള്ളത്. അതപ്പോൾ തന്നെ എന്നെ കൊണ്ട് അവിടെ നിന്ന് എഴുതിച്ചു. ഗോപി ഇതാക്കുകയും ഗോപി ഒരുപാട് സ്റ്റേജുകളിലേക്ക് അത് കയറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഭാഷയും കൂടി കാസർഗോഡ്, ഒരു സെൻറ്റൻസും കൂടി എനിക്ക് വേണം, അതെന്താ കിട്ടുക എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഒരു കടലാസ് ഉണ്ടാക്കി എന്നോട് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ബക്കത്തിൽ കണ്ട ഭൂ എന്ന് എഴുതി കൊടുത്തു. അവൻ ഒന്നും കൂടി 2-3 പ്രാവശ്യം പറഞ്ഞ് ഗോപിനോട് പറയിച്ചു, ബക്കത്തിൽ കണ്ട ഭൂ.
അത് ചോദിച്ച് ഒരുവിധം റെഡിയായി. എന്താ അത് പക്കത്തേക്ക് ഉണ്ടാവും? അത് വക്കിൽ നിൽക്കേണ്ട വീട്. നമ്മളെ പ്രാസംഗികൻ നേരത്തെ കാസർഗോഡിനോട് പറഞ്ഞുകൊണ്ടേ ഒക്കെയാണ് ഞങ്ങളുടേത് നമുക്ക് മാത്രം പറയാനുള്ള ഭാഷയിൽ ഞങ്ങൾ പ്രസംഗിച്ചാൽ ബുദ്ധിമുട്ട് സാർ, നിങ്ങൾക്കൊന്നും അറിയില്ല, പുസ്തകത്തിനെ കുറിച്ചും അറിയില്ല, എഴുത്തുകാരനെ കുറിച്ചും അറിയില്ല, ഒന്നുമില്ല. മുഹമ്മദ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു രൂപം കൊടുത്ത് പുസ്തകമാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു 12 വർഷം കഴിഞ്ഞു പ്രവാസം എന്ന പുസ്തകത്തിൽ അന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നു. പ്രവാസത്തിൻ്റെ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരൊക്കെ ഈ നാട്ടിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ സാംസ്കാരിക കടമകളുടെയും നിഴലിൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞ് പറയുകയായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ചെറിയ പരിപാടിയെ ധന്യമാക്കി തീർത്ത പ്രിയപ്പെട്ടവരെ, കയ്യിൽ കിട്ടിയ പുസ്തകം ഇന്നലെ മഗ്‌രിബിന് ശേഷം 7 മണിക്ക് ശേഷം ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തിട്ട് അതിൻ്റെ പോരിശ ഭാര്യയോടും അനിയന്മാരോടൊക്കെ രാവിലെ പറഞ്ഞു തീർത്തപ്പോൾ ഞാൻ വിചാരിച്ചത് അതെന്തോ വലിയ കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് 251 A4 സൈസ് പേജിൽ എഴുതപ്പെട്ട ഈ പുസ്തകം അദ്ദേഹം വെറും 4 മണിക്കൂറിൽ വായിച്ചു തീർത്തുന്നു. അപ്പോൾ അതായിരുന്നു പ്രചോദനം. ഏകദേശം 3.5 മണിക്കൂർ കൊണ്ട് ഞാനും അത് വായിച്ചു തീർത്തു. വായിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയത് ഒരു സത്യനന്ദിക്കാട് ഫീൽ ഗുഡ് മൂവി പോലെ. പക്ഷേ അങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ആദ്യം തന്നെ ഇതിനു മുമ്പ് സംസാരിച്ച പന്നാൽ സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒരു സിനിമാറ്റിക് ആയി പോയ ഒരു നോവൽ പോലെ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിന്താഗതികളുടെ നമ്മളെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുന്നതിൽ ആദ്യം വരുന്ന പേര് തന്നെയാണ് വത്സൻ പിലിക്കോട്. അദ്ദേഹം ഒരുപാട് പ്രഭാഷണം കാസർഗോഡ് നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ PTA പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം പല പുസ്തകങ്ങളെക്കും ഞാൻ പരിചയപ്പെടുന്ന അദ്ദേഹം സവിശേഷമായ രീതിയുണ്ട്. ആ പുസ്തകത്തിൻ്റെ അകത്തേക്ക് അതിൻ്റെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളിലേക്കൊക്കെ ചെന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടുത്തൽ എൻ്റെ വ്യക്തിപരമായതും സംസ്കൃതി അതുപോലുള്ള റൈറ്റേഴ്സ് ഫോറം സംഘടനകളുടെയുമായ നന്ദി അവർക്ക് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ വെച്ച്. ഇതിൻ്റെ ഔദ്യോഗികമായ നന്ദി പിന്നീട് ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ പതിവ് കാഴ്ചകളാണ്. ഈ വെന്റിലേറ്റർ ഉള്ള കഥയോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു ചരിത്ര പുസ്തകമല്ല, ജീവചരിത്രമല്ല, ഭാവനയിൽ നിന്നെടുത്ത ഒരു ഫിക്ഷൻ, അതുമാത്രമാണ്. വളരെ ചെറുപ്പം മുതൽ ആശുപത്രിയുമായി എനിക്ക് ബന്ധമുണ്ട്. ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഞാൻ. എനിക്ക് ചുവന്ന നിറത്തിലുള്ള മരുന്നും ഉമ്മാക്ക് പാല് പോലെയുള്ള മരുന്നുമാണ് സാധാരണ ആശുപത്രിയിൽ നിന്ന് കിട്ടാറ്. ഒരു ദിവസം കമ്പൗണ്ടർക്ക് കടച്ചക്ക കൊടുത്തപ്പോൾ പാൽ നിറത്തിലുള്ള മരുന്ന് മീനെണ്ണയായി മാറി. കാലങ്ങൾ കുറേ കഴിഞ്ഞ് ഞാൻ കുവൈത്തിലും പോയി. കുവൈത്തിൽ വെച്ച് വിദ്യാഭ്യാസമില്ലാത്ത പല മലയാളികളും പല സംരംഭങ്ങൾ, ബിസിനസ്സുകൾ തുടങ്ങി അത് വിജയിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്താണ് ഞാൻ പറഞ്ഞു കേട്ടത്, നമ്മുടെ നീലിശ്വരത്തോ എവിടെയെന്നറിയില്ല, പയ്യന്നൂരോ ഒരാൾ ഒരു ആശുപത്രി തുടങ്ങി. അപ്പോൾ ആ മുതലാളി ഡോക്ടറുടെ OP-യിൽ പോയാൽ ഡോക്ടർ എഴുന്നേറ്റ് നിൽക്കൂല. ഡോക്ടർക്കാട് പേഷ്യൻ്റായിട്ടുള്ള തിരക്കിലായിരിക്കും. അയാളാണ് ഈ കാസിം ഷാ കുവൈറ്റിൽ വന്നിട്ട് ആശുപത്രി തുടങ്ങിയിട്ട് എൻ്റെ ഈ വെന്റിലേറ്റർ നോവലായത്. അല്ലാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസോ എൻ്റെ ഇതൊന്നും അല്ല. അങ്ങനെ സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാ.
മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിൽ അറിഞ്ഞവരാണ്. നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മക്കളെ ഭാവി ഭാസുരമാക്കാൻ, ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മനസ്സിൽ വെച്ച് നിറച്ചവരാണ് നമ്മൾ. എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിൽ അറിഞ്ഞവരാണ്. മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പൊള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിലയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവനാണ് നമ്മൾ. എന്നും പ്രവാസികൾ യാതനയേറെ സഹിച്ചവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും